സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നുണ്ട്. തീരപ്രദേശത്ത് കടലാക്രമണം രൂക്ഷമാക്കുന്നുണ്ട്. 55 മുതൽ 60 വരെ സാധ്യതപ്പെടും. ആകാശം ഇരുണ്ടു മൂടി തന്നെ കിടക്കുന്നു, മേഘാർദ്ധമായി തന്നെ കിടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തോർന്നിട്ടില്ലെന്ന് തന്നെ പറയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ധനുവച്ചൂരത്തു നിന്നാണ് ഈ ലൈവ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത നൽകുന്നത്. ഇന്നലെ ഉള്ള മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്, വയലുകളിലും വെള്ളം കയറിയിട്ടുണ്ടെന്ന് തന്നെ പറയും. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോഴും നൽകുന്നത്. ആകാശം ഇരുണ്ടു മൂടി തന്നെ കിടക്കുന്നു, തണുപ്പ് ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയും. നല്ല അന്തരീക്ഷം, തണുത്ത അന്തരീക്ഷമാണ് കാണുന്നത്. കാറ്റിന്റെ വേഗത 55 മുതൽ 60 വരെ സാധ്യതപ്പെടുമെന്ന് തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് പ്രദേശങ്ങളിലെല്ലാം കനത്ത മഴയാണ് തുടരുന്നത്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ചിലയിടത്ത് റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. വടക്കൻ ജില്ലകളിൽ ചില ജില്ലകളിലൊക്കെ ഇന്നും സംസ്ഥാനത്ത് അവധി കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. കടൽ പയ്യ 27 പേരെ കാണാനില്ല, അവരെ മൊബൈലൊക്കെ ഓഫ് ആയിട്ടുണ്ടെന്ന് വിഴിഞ്ഞം തുറമുഖത്താണെന്ന് പറയുന്നുണ്ട്. അതുപോലെ കാട്ടാക്കടയിൽ ബസിന്റെ പുറത്ത് മരം വീഴുന്നു, 15 പേര് ആശുപത്രിയിലെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ പാലക്കാടും മഴയുടെ രൂക്ഷത്തിൽ 48 വീടുകൾ തകർന്നിട്ടുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട്. അതുപോലെ നമുക്ക് മനസ്സിലാക്കാം, ആകാശം ഇരുണ്ടു മൂടി തന്നെ കിടക്കുന്നുണ്ട്. ചിലവരെയൊക്കെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു, മാറ്റി പാർപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴയിലും കൺട്രോൾ റൂമുകൾ തുറക്കുമെന്ന് തന്നെ പറയുന്നുണ്ട്. മറ്റ് പാലക്കാടും വയനാട് പ്രദേശങ്ങളിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. മഴ രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. ഇടുക്കിയിലും ഡാമുകളെല്ലാം തുറന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നെയ്യാർ ഡാമിലും വെള്ളം കയറിയിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോഴും കനത്ത മഴയാണ് പെയ്യുന്നത്. ഗ്രാമപ്രദേശം അമ്പൂരി മായ സൈഡിലൊക്കെ ഇപ്പോഴും മഴ കനത്ത മഴ പെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ഇവിടെ ഇതുപോലും മഴ തോർന്നിട്ടുണ്ട് ധനുവച്ചൂരത്ത്, എന്നാലും മഴ തൂറ്റുന്നുണ്ടെന്ന് തന്നെ പറയും. ഇന്നലെ രാത്രി പെയ്ത മഴ ഇതുവരെ തോർന്നിട്ടില്ല. നിരവധി ദിവസങ്ങളായി തുടരുന്ന മഴയാണ് ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് മനസ്സിലാക്കാം, തോടുകളെല്ലാം കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട്, നദികളെല്ലാം തുറന്നു വിട്ടിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. അതുപോലെ കാറ്റ് 55 മുതൽ 60 വരെ സാധ്യതപ്പെടും. തീരപ്രദേശത്ത് കടലാക്രമണം രൂക്ഷമാക്കുന്നുണ്ട്. ശംഖുമുഖം, വേളി, കൊല്ലം ജില്ലയിലും അഞ്ചല് പ്രദേശങ്ങളിലെല്ലാം കാറ്റിന്റെ വേഗത കൂടിയിട്ടുണ്ട്. നിരവധി വീടുകളാണ് തകർന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവരെയൊക്കെ മിക്കവരെ സ്കൂളുകളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോഴും കാലവർഷം പോലെ തന്നെ മഴ നിൽക്കുന്നുണ്ട്. കാലവർഷം ജൂൺ മറ്റന്നോടെ തന്നെ സ്കൂൾ തുറക്കുമെന്ന് തന്നെ പറയുന്നുണ്ട്. അതിനു മുമ്പിൽ തന്നെ കാലവർഷം എത്തിയതായിട്ടും നമുക്ക് പറയുന്നുണ്ട്. നിരവധി നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. വാഴകളെല്ലാം കാറ്റത്ത് ഒടിഞ്ഞു വീഴുന്നു. ഞാനിപ്പോൾ കൊല്ലൈ പ്രദേശത്തും വാഴകൾ ഒടിഞ്ഞു വീഴുന്നു. അവർ പാവപ്പെട്ട ഒരു വാഴയാണ് ഒടിഞ്ഞു വീഴുന്നതെന്ന് പറയുന്നുണ്ട്. അതിന് സഹായം കിട്ടണമെന്ന് തന്നെ നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി മരങ്ങളാണ് വീട്ടിന് കൂരയിൽ വീഴുന്നിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നു. അതുപോലെ നമുക്ക് ഇപ്പോഴും മഴ രൂക്ഷമായി തന്നെ നിൽക്കുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലും തുടരുന്നു. ഡാമുകളെല്ലാം തുറന്നിട്ടുണ്ടെന്ന് പറയാം. താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരെ ഇനിയിപ്പോൾ മാറ്റുമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. തീവ്രതമായ മഴയാണ് ഈ വർഷം സംസ്ഥാനത്ത് തുടരുന്നെന്ന് പറയാം. കാലവർഷം പോലെ തന്നെ മഴയും തുടരുന്നുണ്ട്. നിരവധി നാശനഷ്ടങ്ങളാണ് തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടെന്ന് തന്നെ പറയുന്നുണ്ടെന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ കാറ്റിന്റെ വേഗതയും കൂടിക്കൊണ്ടിരിക്കുന്നെന്ന് തന്നെ പറയുന്നുണ്ട്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇതുവരെ തോർന്നിട്ടില്ല. ഒരുപാട് മതിലുകളും മരങ്ങൾ വീഴുന്ന് പോയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ ആകാശം ഇരുണ്ടു മൂടി തന്നെ കിടക്കുന്നു, മേഘാർദ്ധമായി കഴിക്കുന്നുണ്ടെന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. നാളത്തോടെ മഴ ശമനമുണ്ടാവുമെന്ന് തന്നെ പറയുന്നുണ്ട്. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടെന്ന് തന്നെ തെക്കൻ കേരളത്തിൽ കനത്ത മഴയാണ് തുടരുന്നത്. എന്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലയൻ.